ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ ജാക്കി ചാനൊക്കെ അഭിനയിച്ചിട്ടുള്ള കരാട്ടെ കിഡ് ലെജൻസ് എന്ന സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. വർഷം 1986 ജപ്പാനിൽ നടക്കുന്ന ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഡാനിയൽ ലറൂസോ എന്ന ഈ പയ്യൻ കരാട്ടെ പഠിക്കുന്നത് മിസ്റ്റർ മിയാഗി എന്ന ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. ചുമരിൽ മിയാഗി കുടുംബത്തിലെ പൂർവികരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് അവരൊക്കെ ആരായിരുന്നു എന്ന് ഡാനിയലിന് മിസ്റ്റർ മിയാഗി പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് മിയാഗി സെൻസൈ. ഇദ്ദേഹമായിരുന്നു ജപ്പാൻ ഒക്കിനോവയിൽ ആദ്യമായി കരാട്ട കൊണ്ടുവന്ന മിയാഗി. അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മീൻ പിടിക്കാനായി പോയതാണ്. എന്നാൽ ശക്തമായ കാറ്റ് കാരണം അദ്ദേഹത്തിന്റെ ബോട്ട് ഒക്കിനോവയിൽ നിന്ന് ചൈനയിൽ ചെന്നടിഞ്ഞു. ചൈനയിൽ നിന്ന് ഹാൻ എന്ന കുടുംബം സെൻസൈ മിയാഗിനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തെ കുങ്ഫു എന്ന കല പഠിപ്പിച്ചു. സെൻസൈ ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പഠിച്ച കുങ്ഫു എന്ന കല ഇവിടെയുള്ള ആൾക്കാരും പഠിപ്പിക്കാനായി ആരംഭിച്ചു. ആ കലയെ മിയാഗി കരാട്ടെ എന്നാണ് വിളിച്ചത്. കരാട്ടയും കുങ്ഫുവും രണ്ടും വ്യത്യസ്ത കൾച്ചറാണ്, വ്യത്യസ്ത മാർഷൽ ആർട്സ് ആണ്. എന്നാൽ ഒരേ വൃക്ഷത്തില് രണ്ട് കൊമ്പുകളാണ് അവ. അതുകൊണ്ട് ഇപ്പോഴും ഹാൻ കുടുംബവും മിയാഗി കുടുംബവും തമ്മിലുള്ള ബോണ്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചരിത്രം. ഇനി നമ്മൾക്ക് 2025 വരാം. കഥ നടക്കുന്നത് അങ്ങ് ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചാണ്. ഇതാണ് ബെയ്ജിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന മിസ്റ്റർ ഹാന്റെ അഥവാ നമ്മുടെ ജാക്കി ചാന്റെ കുങ്ഫു സ്കൂൾ. ഒരുപാട് കുട്ടികളാണ് ഈ സ്കൂളിൽ നിന്ന് ജാക്കി ചാന്റെ കീഴിൽ കുങ്ഫു പഠിക്കുന്നത്. ജാക്കി ചാന്റെ സ്കൂളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ലീ ഫോങ് എന്ന ഈ പയ്യനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ. ലീ ഫോങ്ങിന്റെ അമ്മ പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. അതേപോലെ തന്റെ മകൻ കുങ്ഫു പഠിക്കുന്നതിൽ അമ്മക്ക് തീരെ താല്പര്യമില്ല. കാരണം കുങ്ഫു എന്നത് വയലൻസ് ആണ്, അക്രമമാണ് എന്നൊക്കെയാണ് അമ്മ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മകൻ ലീ ഫോങ് കുങ്ഫു പഠിക്കുന്നതിൽ പുള്ളിക്കാരിക്ക് എതിർപ്പാണ്. അപ്പോൾ ലീ ഫോങ്ങിന്റെ അമ്മ മകനെ അന്വേഷിച്ച് കുങ്ഫു സ്കൂളിലേക്ക് വരുന്നതായി കാണാം. അപ്പോൾ സ്കൂളിലെ ഒരു കുട്ടി ലീ ഫോങ്ങിന്റെ അടുത്ത് ചെന്ന് ലീ നിന്റെ അമ്മ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ലീ ഫോങ് അമ്മ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാനായി ചെന്നു. അപ്പോൾ അമ്മ മിസ്റ്റർ ഹാൻ അഥവാ ജാക്കി ചാന്റെ അടുത്ത് ചെന്ന് എന്റെ മകൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാക്കി ചാൻ അതിന് മറുപടി കൊടുക്കാതെ അദ്ദേഹം കുങ്ഫു എന്നത് വയലൻസ് അല്ല, അതൊരു കലയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയാണ്, നിങ്ങളുടെ കുങ്ഫു കാരണം എനിക്ക് എന്റെ ഒരു മകനെ നഷ്ടമായി. ഇവനും ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അവൻ വയലൻസ് പഠിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ പുള്ളിക്കാരിയോട് ജാക്കി ചാൻ പറയാണ്, കുങ്ഫു എന്നത് ഒരിക്കലും അവനെ മോശമായി ബാധിക്കില്ല. അത് അവനെ സഹായിക്കുക മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു എന്ന് അവന് തോന്നുകയാണെങ്കിൽ കുങ്ഫു മാത്രമേ അവനെ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിക്കൂ. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ ലീ ഫോങ് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ പുള്ളിക്കാരി ജാക്കി ചാനോട് പറയാണ്, അവൻ എന്തായാലും വീട്ടിലേക്ക് വരുമല്ലോ, ഞങ്ങൾ രണ്ടുപേരും ബെയ്ജിംഗ് വിടുകയാണ്. എനിക്ക് ന്യൂയോർക്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടി. അതുകൊണ്ട് ഞാനും മകനും ന്യൂയോർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതും പറഞ്ഞ് പുള്ളിക്കാരി ചെല്ലുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട ലീ ഫോങ് ശരിക്കും ഷോക്കായി. അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അമ്മ എന്നോട് ചോദിക്കാതെ എന്തിനാണ് ഈ തീരുമാനം എടുത്തത്? നമ്മുടെ വീട് ഇവിടെയാണ്, ഇതാണ് നമ്മുടെ നാട്. അപ്പോൾ മകനോട് അമ്മ ചൈനീസ് ഭാഷയിലല്ല ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അമ്മ എന്തിനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് മകൻ ചോദിച്ചപ്പോൾ പുതിയ നഗരത്തിലേക്ക് മാറുന്നതല്ലേ, അതുകൊണ്ട് ഇനി മുതൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നടന്നു പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള കഥ അങ്ങ് ന്യൂയോർക്കിൽ നിന്നാണ്. ലീ ഫോങ്ങിന് ന്യൂയോർക്കിലേക്ക് താമസം മാറിയതിൽ ഒരു താല്പര്യവുമില്ല. കാരണം തന്റെ കുങ്ഫു ട്രെയിനിങ് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ലീ ഫോങ് അമ്മയോടൊപ്പം ന്യൂയോർക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ ന്യൂയോർക്കിലെ പുതിയ അപ്പാർട്ട്മെന്റ്. രാത്രി ലീ ഫോങ് തനിച്ചിരുന്ന് തന്റെ മരണപ്പെട്ടു പോയ ചേട്ടന്റെ ഫോട്ടോ നോക്കി വിഷമിച്ചിരിക്കുന്നതായി കാണാം. അതിനുശേഷം അമ്മേ ഞാൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ലീ ഫോങ് പുറത്തേക്ക് ചെന്നു. വിക്ടറി പിസ്സ എന്ന ഒരു പിസ്സ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് പിസ്സ വാങ്ങാനായി ലീ കയറി. അപ്പോൾ ആ പിസ്സ ഷോപ്പ് നടത്തുന്നത് വിക്ടർ എന്ന ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകൾ മിയയുമാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥാനായിക. മിയ എന്ന പെൺകുട്ടിയോട് പിസ്സ വാങ്ങാൻ എത്തിയ ലീ നല്ല കമ്പനി ആവുന്നുണ്ട്. അവൻ ബെയ്ജിങ്ങിൽ നിന്ന് ഇന്നാണ് ന്യൂയോർക്കിൽ എത്തിയത് എന്നൊക്കെ പുള്ളിക്കാരിയോട് പറയുന്നുമുണ്ട്. അടുത്ത ദിവസം ഇന്നാണ് നമ്മുടെ ലീ ഫോങ്ങിന്റെ ന്യൂയോർക്കിലെ സ്കൂളിലെ ഫസ്റ്റ് ഡേ. ആ ദിവസത്തെ സ്കൂളൊക്കെ കഴിഞ്ഞു. ലീ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് കൂട്ടുകാരെ ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ലീ ഫോങ് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ലീ ഇന്നലെ രാത്രി പിസ്സ ഷോപ്പിൽ നിന്ന് പരിചയപ്പെട്ട മിയ എന്ന പെൺകുട്ടിയും പഠിക്കുന്നത്. അങ്ങനെ സ്കൂൾ വിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ട്രക്കിൽ നിന്ന് മിയ പിസ്സ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നതായി ലീ കണ്ടു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒറ്റക്കെടുക്കുമ്പോൾ അതൊക്കെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോവുകയാണ്. അപ്പോൾ ലീ സഹായിക്കാനായി ഓടി ചെന്നു. ഹേ, എന്നെ ഓർമ്മയില്ലേ? ഞാൻ ഇന്നലെ രാത്രി കടയിൽ പിസ്സ വാങ്ങാനേ വന്നിരുന്നു. ഹോ, നീയോ? പുള്ളിക്കാരി ലീയോട് ചോദിക്കാണ്, എങ്ങനെയാണ് നീ ഇത്ര
അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഞാൻ ചൈനയിൽ നിന്ന് ഒരു അമേരിക്കൻ സ്കൂളിലാണ് പഠിച്ചത്. സോ എനിക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നിന്റെ കൂടെ വന്ന് കടയിൽ എത്തിച്ചു തരാമെന്ന് ലീ പറയുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ ലീയും പുള്ളിക്കാരുടെ കൂടെ കടയിൽ സാധനങ്ങളും പിടിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവർ നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അപ്പോൾ ന്യൂയോർക്കിൽ വന്ന് ലീക്ക് ഫസ്റ്റ് കിട്ടിയ ഫ്രണ്ടാണ് മിയ. അവര് നടന്നു പോകുമ്പോൾ ലീ ഡിമോളിഷൻ എന്ന ഒരു ജിം കണ്ടു. ആ ജിമ്മിൽ നിന്ന് ആൾക്കാർ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും ലീ കണ്ടു. അപ്പോൾ ലീ അവിടെ നിന്ന് അത് നോക്കുകയാണ്. അപ്പോൾ മിയ ലീയോട് വാ, ഇവിടെ നിൽക്കേണ്ട, ഈ ജിമ്മിലെ ആൾക്കാരൊന്നും ശരിയല്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ലീയെ കൂട്ടിച്ചെല്ലുകയാണ്. അപ്പോഴാണ് ഓഷ്യ എന്ന പേരുള്ള ആ ജിമ്മിലെ ഓണർ മിയയുടെ ദേഷ്യത്തിൽ നിന്റെ അച്ഛൻ എവിടെ, അങ്ങേരോട് എന്നെ വിളിക്കാനായി പറ എന്നൊക്കെ പറഞ്ഞത്. അവര് നടക്കുമ്പോൾ അങ്ങേര് ആരാണ് എന്ന് ലീ ചോദിച്ചപ്പോൾ അതാണ് ഓഷ്യ, ആ ജിമ്മിന്റെ ഓണറാണ്. അദ്ദേഹം പലിശക്ക് കാശ് കൊടുക്കാറുണ്ട്. എന്റെ അച്ഛന്റെ കഷ്ടകാലത്തിന് അച്ഛൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. സോ ഓഷ്യ എന്ന ജിം ഓണർ ജിമ്മിൽ ചെന്ന് കോണർ എന്ന ഇവനോട് പറയാണ്, നിന്റെ പഴയ കാമുകയിലെ ആ മിയ എന്നവള്, അവൾ ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ആയോ, അവള് നിന്നെ പെട്ടെന്ന് മറന്നല്ലോ, അവളിതാ വേറൊരുത്തന്റെ കൂടെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ കോണറിന് ശരിക്കും ദേഷ്യം വന്നു. കോണറിന്റെ ഒപ്പം കരാട്ടെ ട്രെയിൻ ചെയ്യുന്നവൻ കോണറിനെ കളിയാക്കി ചിരിച്ചപ്പോൾ കോണർ അവന്റെ തലക്കിട്ടത്തിന് പവർഫുൾ ആയിട്ടുള്ള കിക്ക് ചെയ്തു. ഇവിടെ മിയും ലിയും പിസ്സ ഷോപ്പിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ഒരു കടയിൽ വന്നിട്ടാണുള്ളത്. ആ കടയുടെ ഉടമ ഒരു ചൈനീസ് യുവതിയാണ്. അപ്പോൾ പുള്ളിക്കാരി മിയക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനൊന്നും തയ്യാറല്ല. അപ്പോൾ മിയ പുള്ളിക്കാരിയോട് പ്ലീസ് ഈ വില അധികമാണ്, നിങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് താ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരി തയ്യാറല്ല. അപ്പോൾ നമ്മുടെ ലീ ആ സ്ത്രീയോട് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയാണ്. എന്താണ് അവർ സംസാരിക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ പുള്ളിക്കാരി മിയക്ക് നല്ല ഡിസ്കൗണ്ട് തന്നെ കൊടുത്തു. മിയ ആള് ഷോക്കായി. ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ എന്താണ് പുള്ളിക്കാരിയോട് പറഞ്ഞത് എന്ന് മിയ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് അറിയത്തില്ല നിന്റെ ബോയ് ഫ്രണ്ട് ബെയ്ജിംഗിൽ നിന്നാണ് എന്ന്, അതുകൊണ്ടാണ് നിനക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. അത് കേട്ടപ്പോൾ മിയ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ലീ മിയയോട് പറയാണ്, ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്റെ ഭാഷ പഠിപ്പിച്ചു തരാം, അങ്ങനെ ഇവിടെയുള്ള ലോക്കൽ സ്റ്റോഴ്സിനൊക്കെ നിനക്ക് നല്ല ഡിസ്കൗണ്ട് ലഭിക്കും. ഓക്കെ, തിരിച്ച് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് മിയ ചോദിച്ചപ്പോൾ എനിക്ക് ന്യൂയോർക്ക് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് ലീ പറയുകയാണ്. അതായത് ന്യൂയോർക്കിലെ സ്ഥലങ്ങളൊക്കെ ലീക്ക് ചുറ്റി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ അടുത്ത ദിവസം അവര് രണ്ടുപേരും ഒന്നിച്ച് ഔട്ടിങ്ങിന് പോകാനായി തീരുമാനിച്ചു. വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ മകനോട് ചോദിക്കാണ്, എങ്ങനെയാണ് നിന്റെ പുതിയ സ്കൂള്, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ? ഒരു ഫ്രണ്ടിനെ കിട്ടി, എന്താണ് അവന്റെ പേര് എന്ന് അമ്മ ചോദിച്ചപ്പോൾ മിയ എന്ന് ലീ പറയുകയാണ്. അമ്മക്ക് മനസ്സിലായി മകന്റെ ആദ്യത്തെ ഫ്രണ്ട് ഒരു ആണല്ല ഒരു പെണ്ണാണ് എന്ന്. പുള്ളിക്കാരി ലീയെ നോക്കി ഒരു കള്ള ചിരിയും ചിരിക്കുന്നുണ്ട്. സോ ഇവിടെ മിയ ലീനെ ഒരു സ്കൂട്ടറിൽ കൂട്ടാനായി വന്നു. പിസ്സ ഡെലിവർ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു പഴയ സ്കൂട്ടറാണ് അത്. മിയ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ബാക്ക് സീറ്റിൽ ലീ പേടിച്ച് ഇരിക്കുകയാണ്. നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയുമോ എന്ന് ലീ ചോദിച്ചപ്പോൾ ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത് എന്നായിരുന്നു മിയയുടെ മറുപടി. അങ്ങനെ അവര് ന്യൂയോർക്ക് നഗരത്തിലെ കൂടി സ്കൂട്ടറിൽ ചുറ്റി കറങ്ങുകയാണ്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സ്കൂട്ടർ ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ അവർ അവരുടെ യാത്ര മെട്രോയിൽ ആരംഭിച്ചു. അപ്പോൾ അതേ മെട്രോയിൽ കോണറുമുണ്ട്. അവൻ കാണുന്നത് തന്റെ പഴയ കാമുകിയായ മിയ മറ്റൊരു ചെക്കനോടൊപ്പം ചിരിച്ചു തമാശയൊക്കെ പറയുന്നതാണ്. അത് കണ്ട് ദേഷ്യം വന്ന കോണർ അവരുടെ അടുത്തേക്ക് വന്ന് മിയയോട് മോശമായി പെരുമാറുകയാണ്. സ്റ്റേഷനിലെത്തിയപ്പോൾ അവരെ പുറത്തേക്ക് ഇറങ്ങാൻ വിടാതെ അവരുടെ വഴി തടഞ്ഞ് കോണർ നിൽക്കുകയാണ്. ലീയും കോണറിനോട് മര്യാദക്ക് വഴി മാറി എന്ന് പറയുകയാണ്. അപ്പോൾ കോണർ അവരോട് സോറി പറഞ്ഞ് വഴി മാറി കൊടുക്കുകയാണ്. അവര് രണ്ടുപേരും മെട്രോയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം കോണർ ലീയുടെ കണ്ണിനിട്ട് തന്നെ പഞ്ച് ചെയ്തു. അങ്ങനെ അവര് നടന്നു പോകുമ്പോൾ മിയ ലീയോട് ഒരുപാട് സോറി പറഞ്ഞു. അതേപോലെ കോണറിനെ കുറിച്ചും മിയ ലീയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു പണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടത്. അതിന്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴുമുണ്ട്. ആദ്യമൊന്നും അവൻ ഇങ്ങനല്ലായിരുന്നു, പക്ഷെ അവൻ ആ വൃത്തികെട്ടവന്മാരുടെ കൂടെ അവരുടെ ജിമ്മിൽ കരാട്ടെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് അവൻ ഇങ്ങനെയായത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഫൈബോറോക്സ് എന്ന ടൂർണമെന്റിലെ ചാമ്പ്യൻ ആണ്. അതിന്റെ അഹങ്കാരമാണ് അവന്. ഫൈബോറോക്സോ അത് എന്താണ് എന്ന് ലീ ചോദിച്ചപ്പോൾ അത് ന്യൂയോർക്കിൽ എല്ലാ വർഷവും നടക്കുന്ന കരാട്ടെ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ വിജയിച്ചാൽ $50,000 ക്യാഷ് പ്രൈസ് ആയി ലഭിക്കും. $50,000 എന്ന് പറയുമ്പോൾ ഏകദേശം 40-45 ലക്ഷം ഇന്ത്യൻ രൂപ വരും. സോ നമ്മുടെ ലീയുടെ കണ്ണില് നല്ല പാട് തന്നെ കാണാം. ഇതുമായി വീട്ടിൽ ചെന്നാൽ ഉറപ്പായും ലിയോയുടെ അമ്മ വഴക്ക് പറയും. കാരണം അമ്മ പറഞ്ഞതാണ് അമേരിക്കയിൽ വന്നാൽ ഇവിടെ വെച്ച് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്താനെ ലിയെ കൂട്ടി മിയ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം ലീക്ക് കണ്ണിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്നത് എന്ന് ലീ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാനും ഒരു ഫൈറ്റർ ആയിരുന്നു, അപ്പോൾ അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഇടാൻ പഠിച്ചത്. സോ പണ്ട് കാലത്ത് ന്യൂയോർക്കിലെ ബെസ്റ്റ് ബോക്സർ ആയിരുന്നു മിയയുടെ അച്ഛൻ വിക്ടർ. അടുത്ത ദിവസം രാവിലെ ലിയെ ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ അമ്മ ചെന്നപ്പോൾ അമ്മ ലിയുടെ കണ്ണിലെ പാട് കണ്ടു. അപ്പോൾ അമ്മ ലിയെ വഴക്കു പറയുകയാണ്. നമ്മൾ തമ്മിൽ ഈ കാര്യത്തെ
കാര്യത്തെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചതാണ്. ലീ അമേരിക്കയിൽ വന്നാൽ നീ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അമ്മ ഇവിടെ ലീയെ അലൻ എന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. ലീ മാത്സിൽ ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് അലൻ ആയിരിക്കും ലീയെ മാത്സ് പഠിപ്പിക്കാനായി പോകുന്ന ലീയുടെ മാത്സ് ട്യൂഷൻ ടീച്ചർ. അലൻ ലീയുടെ ട്യൂഷൻ ടീച്ചർ ആണെങ്കിൽ കൂടി അദ്ദേഹം ലീയുടെ സുഹൃത്ത് പോലെയാണ് പെരുമാറുന്നത്. അന്ന് രാത്രി ലീ ഉറങ്ങാതെ തന്റെ സഹോദരനെ കുറിച്ച് ആലോചിക്കുകയാണ്. ലീയുടെ സഹോദരന്റെ ഒരു സ്പെഷ്യൽ കിക്കാണ് ഡ്രാഗൺ കിക്ക്. ഡ്രാഗൺ കിക്ക് എങ്ങനെ ചെയ്യണമെന്ന് സഹോദരൻ കാണിച്ചു കൊടുക്കുകയും ലീ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പരാജയപ്പെട്ടു. സാരമില്ല, ഒരു ദിവസം ഉറപ്പായും നീ ഈ കിക്ക് പഠിക്കും. അന്ന് നിനക്ക് ഇത് ഉപകാരപ്പെടുമെന്നും സഹോദരൻ ലീയോട് പറയുകയാണ്. ഇവിടെ അടുത്ത ദിവസം സ്കൂൾ വിട്ട് ലീ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ലീ അതേ സ്കൂളിൽ പഠിക്കുന്ന കോണർ തടയുകയാണ് റാഗ് ചെയ്യാൻ വേണ്ടി. അവൻ ലീയുടെ അടുത്ത് വന്ന് കളിയാക്കുകയാണ്. അപ്പോൾ ലീ അവനെ വളരെ പവർഫുൾ ആയിട്ട് പുഷ് ചെയ്തു. അപ്പോൾ കോണറിന് മനസ്സിലായി ലീയും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് എന്ന്. ഓഹോ, അപ്പോ നീ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടല്ലേ? ശരി, വാ നമുക്കൊരു കൈ നോക്കാം. ഞാൻ എന്റെ കൈകൾ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞ് കോണർ അവന്റെ രണ്ട് കൈകളും പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് ലീയോട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലീയെ വളരെ നിസ്സാരമായി കോണർ കിക്ക് ചെയ്ത് നിലത്തിട്ടു. നിലത്ത് വീണ സമയത്ത് ലീ തന്റെ ചേട്ടൻ പഠിപ്പിച്ച ഡ്രാഗൺ കിക്ക് ഓർക്കുകയാണ്. അങ്ങനെ കോണറിനെ പരാജയപ്പെടുത്താനായി ലീ ഡ്രാഗൺ കിക്ക് ചെയ്യാനായി പോവുകയാണ്. പക്ഷെ അതും കോണർ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ലീയെ വീണ്ടും കിക്ക് ചെയ്ത് താഴെയിട്ടു. ഈ സമയം സ്കൂളിലെ സ്റ്റാഫ്സ് വന്ന് അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റി. അപ്പോൾ കോണർ പറയാണ്, ഇത് സ്കൂൾ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നീ 5 ബോറോക്സ് ടൂർണമെന്റിൽ വന്നാല് നിന്നെ ചവിട്ടി ഞാൻ കൊന്നുകളയുമെന്നൊക്കെ കോണർ ലീയെ ഭീഷണിപ്പെടുത്തി പറയുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ചുമരിൽ ഈ 5 ബോറോക്സ് ടൂർണമെന്റിന്റെ പോസ്റ്റർ ലീ കണ്ടു. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യനായ കോണറിന്റെ ഫോട്ടോയും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പോസ്റ്റർ ലീ വീട്ടിലേക്ക് എടുക്കുന്നുമുണ്ട്. ആ ദിവസം രാത്രിയും ലീക്ക് ഉറക്കം കിട്ടുന്നില്ല. പുറത്തു നോക്കിയപ്പോൾ പിസ്സ ഷോപ്പിന്റെ ബാക്ക് സൈഡിലായിട്ട് കേടായ സ്കൂട്ടർ ലീ കണ്ടു. അപ്പോൾ ഉറക്കം കിട്ടാത്തത് കൊണ്ട് ആ കേടായ സ്കൂട്ടർ ലീ നന്നാക്കാനായി പോവുകയാണ്. ഈ സമയം വിക്ടറിനെ ആക്രമിക്കാനായി അവിടെ ഓഷ്യന്റെ ആൾക്കാർ എത്തി. അവര് ലീയോട്, ഡാ ചെറുക്ക, നീ എന്താ ഇവിടെ, വീട്ടിലേക്ക് പോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വിക്ടർ പുറത്തേക്ക് വേസ്റ്റുമായി വരികയാണ്. ഹേയ്, ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക്, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് വിക്ടർ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ വിക്ടറിന്റെ പിന്നിൽ വന്ന് തലക്ക് അടിക്കുകയാണ്. അപ്പോൾ വിക്ടറിനെ രക്ഷിക്കാനായി ലീ ഓടി വരുമ്പോൾ ആ ഗുണ്ടുകൾ ലീയെ തല്ലാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ലീ അവനെ ചവിട്ടി ഡസ്റ്റ്ബിനിൽ എത്തിച്ചു. ഇതൊരു അടിപൊളി ഫൈറ്റ് സീനാണ്. ലീ ആ ഗുണ്ടുകളൊക്കെ വളരെ നിസ്സാരമായി അടിച്ചു വീഴ്ത്തുകയാണ്. അടികൊണ്ട് നിലത്ത് വീണ വിക്ടർ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ ചെറിയ പയ്യന് ഗുണ്ടകളൊക്കെ അടിച്ച് ഓടിക്കുന്നതാണ്. അവസാനം ഗുണ്ടകൾ ആ കുട്ടിയെ പിടിച്ച് അവിടുന്ന് തല്ലും വാങ്ങി കണ്ടം വഴി ഓടി രക്ഷപ്പെടുകയാണ്. വിക്ടർ ലീയോട് പറയാണ്, ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും നിന്നെ രക്ഷിക്കാൻ വന്നത് എന്ന്. ഇത് നേരെ തിരിച്ചാണല്ലോ നടന്നത്. അങ്ങനെ മിയുടെ അച്ഛൻ വിക്ടറും ലീയും നല്ല സുഹൃത്തുക്കളാവുകയാണ്. നീ എവിടുന്നാണ് ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബെയ്ജിങ്ങിൽ നിന്ന് കുങ്ഫു ട്രെയിൻ ചെയ്തിരുന്നു എന്ന് ലീ പറയുകയാണ്. അപ്പോൾ വിക്ടർ ലീയോട് അദ്ദേഹത്തിന്റെ അവസ്ഥ പറയുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായപ്പോൾ ഞാൻ അവരോട് കുറച്ച് പണം പലിശക്ക് എടുത്തിരുന്നു. അവർ അത് തിരിച്ചു മേടിക്കാനാണ് വന്നത്. പക്ഷെ നീ എന്നെ സഹായിച്ചാല് എനിക്ക് ആ പണം തിരിച്ചടക്കാൻ കഴിയും. ഇവിടെ ഒരു ബോക്സിംഗ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അതിൽ വിജയിച്ചാൽ അത്യാവശ്യം വലിയ തുക ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടും. പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു കോച്ചിനെയാണ്. നിനക്ക് എന്നെ ട്രെയിൻ ചെയ്തൂടെ എന്ന് ലീയോട് വിക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ ലീ പറയാണ്, സോറി, ഞാൻ എന്റെ അമ്മയോട് ഞാൻ ഇനി ഫൈറ്റ് ചെയ്യത്തില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ലീ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അടുത്ത ദിവസം ലീ ആശാനെ അഥവാ ജാക്കി ചാനെ കോൾ ചെയ്യുകയാണ്. ലീക്ക് അദ്ദേഹത്തെ ഒരുപാട് മിസ്സാവുന്നുണ്ട്. അദ്ദേഹത്തോട് ലീ ചോദിക്കാണ്, എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കിട്ടി, അദ്ദേഹം എന്നോട് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ജാക്കി ചാൻ പറയാണ്, നമ്മുടെ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവര് മാത്രമല്ല നമ്മളും ഇംപ്രൂവ് ആവും. അദ്ദേഹത്തിന് കുങ്ഫു പഠിച്ചാൽ ഉപകാരപ്പെടുമെങ്കിൽ നീ അദ്ദേഹത്തെ എന്തായാലും ട്രെയിൻ ചെയ്യണമെന്ന് ജാക്കി ചാൻ ലീയോട് പറയുകയാണ്. അങ്ങനെ ലീ പിസ്സ ഷോപ്പിൽ വിക്ടറിനെ കാണാൻ ചെന്നു. ഞാൻ താങ്കളെ ട്രെയിൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അവര് രണ്ടുപേരും പിസ്സ ഷോപ്പിന്റെ ബാക്ക് സൈഡ് റൂമിൽ നിന്ന് ബോക്സിംഗ് ചെയ്യുകയാണ്. പെട്ടെന്നാണ് അവിടെ മിയ കയറി വന്നത്. പുള്ളിക്കാരി കാണുന്നത് തന്റെ അച്ഛനും ലീയും ബോക്സിംഗ് ചെയ്യുന്നതാണ്. അത് കണ്ട് പുള്ളിക്കാരിക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം തന്റെ അച്ഛൻ ഫൈറ്റ് ചെയ്യുന്നതിൽ മിയക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനെ മിയ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരും വഴക്കു പറയുകയാണ്. അച്ഛൻ പണ്ടത്തെ ചാമ്പ്യൻ ആയിരിക്കും, എന്നാൽ ഇപ്പോൾ അച്ഛൻ പണ്ടത്തെ പോലെ ചെറുപ്പമല്ല. മോളെ, ഞാൻ പണ്ടത്തെ പോലെ സ്ട്രോങ് ആണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവൻ കോച്ച് ആയിട്ടുമുണ്ട്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണമെന്നൊക്കെ വിക്ടർ മകളോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലും കാണിക്കുന്ന ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തായാലും നമ്മുടെ ലീ വിക്ടറിനെ ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു. ജാക്കി ചാൻ എങ്ങനെയാണ് ലീയെ ട്രെയിൻ ചെയ്തത് അതേ പാത തന്നെയാണ് വിക്ടറിനെ ട്രെയിൻ ചെയ്യാനും ലീ പിന്തുടരുന്നത്. പിസ്സ ഷോപ്പിൽ നിന്ന് പിസ്സ ഉണ്ടാക്കുമ്പോഴും കട വൃത്തിയാക്കുമ്പോഴും അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാം കുങ്ഫു ആയിട്ട് റിലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ലീ വിക്ടറിനെ ട്രെയിൻ ചെയ്യുന്നത്. മെട്രോ
മെട്രോ ട്രെയിനിൽ നിന്ന് വരെ വിക്ടറിനെ ലീ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുന്ന ആൾക്കാർ അതിശയത്തോടെ നോക്കി നിൽക്കും. മാത്രമല്ല വിക്ടറിന്റെ പിസ്സ ഷോപ്പിൽ അവരെ സഹായിക്കാൻ വേണ്ടി ലീയും ഇടക്ക് ജോലി ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മിയ തട്ടിക്കൂട്ട് ചൈനീസ് ഭാഷയൊക്കെ പഠിച്ചു. അതുകൊണ്ട് ചൈനീസ് ഷോപ്പിലൊക്കെ പോയാൽ മിയൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. ലീയും മിയും ഭയങ്കര ക്ലോസ് ആയത് കോണർ കാണുന്നുണ്ട്. കോണറിന് അതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ട്. ഒരു ദിവസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വിക്ടറും ലീയും പിസ്സ ഷോപ്പിലിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് വിക്ടറിനോട് ലീ തന്റെ മൂത്ത സഹോദരനെ കുറിച്ച് പറയുകയാണ്. ബെയ്ജിങ്ങിൽ വലിയ ഒരു കുങ്ഫു ടൂർണമെന്റ് നടന്നു. ആ ടൂർണമെന്റിൽ എന്റെ ചേട്ടൻ പങ്കെടുത്തിരുന്നു. ചേട്ടൻ വിജയിച്ചു. അങ്ങനെ തിരിച്ച് ഞാനും ചേട്ടനും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ ചേട്ടൻ പരാജയപ്പെടുത്തിയ ഒപ്പോണന്റും അവന്റെ സുഹൃത്തുക്കളും ഞങ്ങളെ വളഞ്ഞു. അവർ ഞങ്ങളെ ആക്രമിച്ചു. അതിൽ ഒരുത്തൻ കത്തി പുറത്തെടുത്തു. എന്റെ ചേട്ടൻ എന്നെ ഒച്ചത്തിൽ വിളിച്ചെങ്കിലും ഞാൻ പേടിച്ച് അവിടെ ഷോക്കായി ഒറ്റ നിൽപ്പ് നിന്നു. അവൻ കത്തി കൊണ്ട് എന്റെ ചേട്ടനെ കുത്തിക്കൊന്നു. അന്ന് ഞാൻ എന്തെങ്കിലുമായി ചെയ്തിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. സോ ഇവിടെ അലന് ലീയെ പിസ്സ ഷോപ്പിൽ ഇരുന്നിട്ടാണ് മാത്സ് പഠിപ്പിക്കുന്നത്. ആ സമയം മിയ വന്നിട്ട് ചോദിക്കാണ്, ഇന്ന് നിങ്ങൾ ഫെസ്റ്റിവലിന് വരത്തില്ലേ എന്ന്. ഉറപ്പ് പറയാൻ കഴിയത്തില്ല, ചിലപ്പോഴേ വരൂ എന്ന് ലീ മിയോട് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞ പോരാ, എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് മിയ പോവുകയാണ്. മിയ പോയതിനു ശേഷം അലൻ ലിയോട് പറയാണ്, എടാ മണ്ട, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം തുറന്നു പറയാനാണ് അവൾ ഇന്ന് രാത്രി ഫെസ്റ്റിവലിന് വരണേ പറഞ്ഞത്. അങ്ങനെ ഇവിടെ അലനും ലീയും ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി. ലീ ദൂരെ നിൽക്കുന്ന മിയെ കണ്ടു. അപ്പോൾ അവിടെ മിയുടെ അടുത്ത് മിയുടെ എക്സ് ബോയ് ഫ്രണ്ടായി കോണർ വന്നു. അവനോട് മിയ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് ലീ കണ്ടു. അപ്പോൾ ഇത് കണ്ട ലീ ആകെ തകർന്ന പോലെയായി. സോ ഗൈസ്, ഇന്നാണ് മിയുടെ അച്ഛന്റെ ബോക്സിംഗ് മാച്ച്. ലിയോട് മിയ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ലീ മിയെ ഇഗ്നോർ ചെയ്താണ് സംസാരിക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് മനസ്സിലാവുകയും ചെയ്തു. മിയ ലിയെ കൂട്ടി തനിച്ച് മാറി നിൽക്കുകയാണ്. എന്താണ് നിന്റെ പ്രശ്നം? നീ വന്നപ്പോ തൊട്ട് എന്നെ അവഗണിക്കുകയാണ്. അപ്പൊ ലീ പറയാണ്, എനിക്കെന്തു പ്രശ്നം? ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ പ്രശ്നം നിന്റെ കാമുകനായിരിക്കും. ഏത് കാമുകൻ എന്ന് മിയ ചോദിച്ചപ്പോൾ അവൻ തന്നെ, ആ കോണർ. ഞാൻ ഇന്നലെ എല്ലാം കണ്ടിരുന്നു. നീ ദൂരെ നിന്ന് കണ്ടത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്. അവൻ പഴയ ഇഷ്ടം പറഞ്ഞാണ് എന്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ ഞാൻ അവനോട് എല്ലാം തുറന്നു പറഞ്ഞു. എനിക്ക് അവനെയല്ല മറ്റൊരാളെയാണ് ഇഷ്ടമെന്ന്. ആരാണ് ആ മറ്റൊരാൾ എന്ന് ലീ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ചിരിക്കുകയാണ്. അതായത് അത് ലീ തന്നെയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഫൈനലി ഇഷ്ടത്തിലായി. സോ ഇവിടെ നമ്മുടെ വിക്ടറിന്റെ ബോക്സിംഗ് മാച്ച് ആരംഭിക്കാനായി പോവുകയാണ്. മാച്ച് ആരംഭിക്കുമ്പോൾ രണ്ടുപേരോടും റെഫറി നിയമങ്ങൾ പറയുന്നുണ്ട്. കൈമുട്ടുകൊണ്ട് അടിക്കാൻ പാടില്ല, അതായത് നോ എൽബോസ് ആൻഡ് നോ ലോ ബ്ലോസ്. ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിക്ടർ തന്നെയാണ് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. കാണികൾക്ക് എല്ലാവർക്കും ഉറപ്പായി വിക്ടർ തന്നെ വിജയിക്കുമെന്ന്. എന്നാൽ ഈ സമയത്ത് വിക്ടറിന്റെ എതിരാളിയോട് ഓഷ്യ എൽബോ ചെയ്യാനെ അഥവാ ഫൗൾ ചെയ്യാനെ പറയുകയാണ്. അങ്ങനെ ഒപ്പോണന്റ് വിക്ടറിനെ എൽബോ കൊണ്ട് നിർത്താതെ ഇടിച്ചു. വിക്ടർ വീണപ്പോൾ അത് കണ്ട് ലീ ആളാകെ ഷോക്കായി. തന്റെ ചേട്ടന്റെ സംഭവമാണ് ഇവിടെ ലീ ആലോചിക്കുന്നത്. അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിലേക്ക് മിയ അച്ഛനെ കൊണ്ടുപോകുമ്പോഴും മിയ ലീയോട് വാ വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പേടിച്ചിട്ട് ലീ അവിടെ തന്നെ ഷോക്കായി നിൽക്കുകയാണ്. ലീ തന്റെ ചേട്ടന്റെ സംഭവം ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ശരിക്കും ഒരു ട്രോമ പോലെ, അഥവാ ഒരിക്കലും മറക്കാനാവാത്ത ഭയമാണ് ലിയുടെ അകത്തുള്ളത്. ഓക്കെ, ഇനി വിക്ടറിനെ കൊണ്ടുവന്ന ഇതേ ആശുപത്രിയിലാണ് ലിയുടെ അമ്മ ജോലി ചെയ്യുന്നത്. അമ്മ ലിയോട് അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത ബോക്സറാണ് അത് എന്ന് ലീ പറയുകയാണ്. അങ്ങനെ അമ്മ ലിയോട് ദേഷ്യം പിടിച്ച് വഴക്ക് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ സംഭവത്തിനു ശേഷം ലീ ആകെ തകർന്ന പോലെ. ബെയ്ജിങ്ങിൽ നിന്ന് ഇടയ്ക്കിടെ ജാക്കി ചാന് ലീയെ കോൾ ചെയ്യാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കോൾ ഒന്നും ലീ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ലീക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന്. ഇവിടെ 5 ബൊറോക്സ് ടൂർണമെന്റിന്റെ പോസ്റ്റർ ലീ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നതായി കാണാം. ഒരു ദിവസം ലീ പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നു. അമ്മ ഹോസ്പിറ്റലിൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പക്ഷെ ലീ വീട്ടിൽ കയറിയപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ, അതായത് ഇവിടെ ആരോ കേറിയിട്ടുണ്ട് എന്ന് ലീക്ക് മനസ്സിലായി. കള്ളനാവാനാണ് സാധ്യത. അങ്ങനെ കിച്ചണിൽ നിന്ന് ഒരു പാത്രവും എടുത്ത് ലീ ശ്രദ്ധയോടെ ആരാണ് കേറിയത് എന്ന് നോക്കാനേ നടന്നു. പെട്ടെന്ന് ആരോ ചാടി വന്ന് ലീയെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് ആരാണെന്ന് ലീക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഇരുട്ടാണ്. ലീയും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രം. അവസാനം ലീ അയാളുടെ മുഖം കണ്ടു. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജാക്കി ചാനാണ്. അതിനുശേഷമാണ് വീട്ടിലേക്ക് അമ്മ ജോലി കയറി വരുന്നത്. രാത്രി റൂമിൽ തനിച്ച് ഡിപ്രസ്ഡ് ആയി കിടക്കുന്ന ലീയെ കാണാനായി ജാക്കി ചാൻ ചെന്നു. നിലത്ത് ലീ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ കരാട്ടെ ടൂർണമെന്റിന്റെ പോസ്റ്ററും ജാക്കി ചാൻ കണ്ടു. അടുത്ത ദിവസം ജാക്കി ചാൻ ലിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിക്ടറിനെ കാണാനായി ചെന്നു. ലിയെ കണ്ടപ്പോൾ തന്നെ മിയ അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ്. മിയക്ക് ഇപ്പോൾ ലിയോട് ദേഷ്യമാണ്. വിക്ടറിനോട് ലീ സോറി പറഞ്ഞപ്പോൾ നീ എന്നോട് സോറി പറയേണ്ട കാര്യമില്ല, ഞാനാണ് നിന്നോട് താങ്ക് യു പറയേണ്ടത് എന്ന് വിക്ടർ പറയുകയാണ്. വിക്ടറിന്റെ പിസ്സ ഷോപ്പ് ഫൈറ്റ് തോറ്റത് കാരണം വലിയ കടക്കെണിയിലാണ് എന്ന് ജാക്കി ചാൻ മനസ്സിലായി. അതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ടോളാം എന്നും വിക്ടറിനോട് ജാക്കി ചാൻ പറയുകയാണ്. ജാക്കി ചാനോട് ലീ ചോദിക്കാണ്, അത്രയും വലിയ തുക
നമ്മൾ എങ്ങനെ സംഘടിപ്പിക്കും? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മൾ തീർക്കുക? അപ്പോൾ ജാക്കി ചാൻ പറയാണ്, 5 ബൊറോക്സ് കരാട്ടെ ടൂർണമെന്റ് തുടങ്ങാൻ ഇനി 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. നീ അതിൽ പങ്കെടുക്കും. നിനക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു സ്ഥലം നീ കണ്ടെത്തണമെന്നും ജാക്കി ചാൻ ലിയോട് പറയുകയാണ്. ഇവിടെ ജാക്കി ചാന് ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് വന്നിട്ടാണുള്ളത്. അപ്പോൾ ആ വീട്ടിലെ ചുമരിൽ മരണപ്പെട്ടു പോയ മിസ്റ്റർ മിയാഗി എന്ന നമ്മുടെ ജാക്കി ചാന്റെ സുഹൃത്തിനെ കാണാം. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ജപ്പാനിൽ കണ്ട ഡാനിയൽ. അപ്പോൾ ഡാനിയലെ ജാക്കി ചാനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മിസ്റ്റർ മിയാഗിയുടെ സുഹൃത്താണ് എന്ന്. അപ്പോൾ ഇവിടെ എന്തിനാണ് ജാക്കി ചാൻ ഡാനിയലിനെ കാണാൻ വന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലീയുടെ ട്രെയിനർ ആയിട്ട് വിളിക്കാൻ വേണ്ടിയാണ്. മിയാഗിക്ക് നീ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് ലീ എന്ന് ജാക്കി ചാൻ പറയുകയാണ്. അവന് എനിക്ക് കരാട്ടെ അല്ല പഠിപ്പിക്കേണ്ടത്, മിയാഗി കരാട്ടെയാണ്. ഡാനിയൽ പക്ഷെ കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജാക്കി ചാൻ ഡാനിയലിനോട് പറയാണ്, നീ എന്തായാലും ന്യൂയോർക്കിലേക്ക് വന്നിരിക്കും, ഞാനാണ് പറയുന്നത് എന്നും പറഞ്ഞ് ജാക്കി ചാൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ തന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ അലനോട് ലീ പറഞ്ഞപ്പോൾ, എടാ അതിനെന്താ, നീ പ്രൗഡ് അല്ലേ ആവേണ്ടത്, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ട്രെയിൻ ചെയ്യാൻ ഒരു സ്ഥലം വേണം, അത്രയല്ലേ ഉള്ളൂ. അതും പറഞ്ഞ അലൻ ലീയെ അലന്റെ ഗാർഡനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അലൻ ലിയോട് പറയാണ്, ഇതാണ് ഇന്ന് മുതൽ നിന്റെ പുതിയ ജിം, ഇവിടെ നിന്ന് നിനക്ക് ട്രെയിൻ ചെയ്യാം. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ജാക്കി ചാന് നമ്മുടെ ലീയെ ട്രെയിൻ ചെയ്യാനായി ആരംഭിച്ചു. ജാക്കി ചാന്റെ ട്രെയിനിങ് രീതി പിന്നെ ഞാൻ എടുത്തു പറയണ്ടല്ലോ, വളരെ ടഫ് ആയിട്ടുള്ള അഥവാ വളരെ കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ് ജാക്കി ചാന് ലീക്ക് കൊടുക്കുന്നത്. ട്രെയിനിങ് മാത്രമല്ല ഭക്ഷണവും അതേപോലെയാണ്. ഹോട്ട് ഡോഗ് ഒക്കെ ലീക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ജാക്കി ചാൻ അത് ലീയെ കഴിക്കാനായി അനുവദിക്കില്ല. അങ്ങനെ ജാക്കി ചാൻ ലീയെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ഡാനിയൽ കയറി വന്നത്. ഡാനിയലിനെ ലീ തന്റെ സ്കിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡാനിയലിന് മനസ്സിലായി ഇവൻ ആള് മിടുക്കനാണ് എന്ന്. ഇനി നമ്മുടെ പാവം ലീയുടെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അവന് ജാക്കി ചാനെ മാത്രം സഹിച്ചാൽ മതി. എന്നാൽ ഇപ്പോൾ ഡാനിയലിനെയും ലീ സഹിക്കണം. രണ്ടുപേരും മത്സരിച്ചിട്ടാണ് ലീയെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതിന്റെയൊക്കെ വിഷമം പാവം ലീക്ക് മാത്രമല്ലേ അറിയൂ. ജാക്കി ചാന് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു, ലീ ആളത്ര ഹാപ്പി അല്ല. അതിന് കാരണം ലീ മേക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു, എന്നാൽ പുള്ളിക്കാരി ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പോൾ ജാക്കി ചാൻ തന്നെ ലീക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ പിസ്സ ഷോപ്പിൽ നിന്ന് മിയ ജോലി ചെയ്യുമ്പോൾ ഒരു ഓർഡർ വന്നു, ഹോം ഡെലിവറി ആണ്. അങ്ങനെ മിയ പിസ്സ ഡെലിവറി ചെയ്യാനായി ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇനി ഏതാണ് ആ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ അലന്റെ ഗാർഡൻ ആണ്. ലീ ആണ് പിസ്സ ഓർഡർ ചെയ്തത്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ സംസാരിച്ച് സോൾവ് ചെയ്തു. സോ ഇവിടെ ടൂർണമെന്റ് ആരംഭിച്ചു. അപ്പോൾ ഇന്ന് ക്വാളിഫൈസ് ഡേ ആണ്. ഒരുപാട് മാച്ചസ് ഉണ്ട്. അതിൽ നിന്ന് ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള 2 പേര് മാത്രമേ സെലക്ടഡ് ആവൂ. അവരായിരിക്കും ഫൈനൽ നടക്കുന്ന ദിവസം ഫൈറ്റ് ചെയ്യുക. സോ ഇവിടെ ക്വാളിഫയിങ് മാച്ചിൽ ആദ്യം തന്നെ ലീ സ്റ്റീവൻസ് എന്ന ഫൈറ്ററുമായിട്ടാണ് ഫൈറ്റ് ചെയ്യാനായി പോകുന്നത്. ആ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് ലഭിച്ചത് സ്റ്റീവൻസിനാണ്. അപ്പോൾ അവൻ ലീയെ പുച്ഛിച്ചു. എന്നാൽ പിന്നീട് ലീ അവനെ ഒരു അടിപൊളി കിക്ക് ചെയ്ത് പരാജയപ്പെടുത്തി. ലീ വിജയിച്ചു. അപ്പോൾ ലീ ക്വാളിഫയിങ് മാച്ചസിലൊക്കെ വിജയിച്ച് മുന്നേറുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോണറും, അവരും വിജയിച്ച് മുന്നേറുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുന്ന മിയുടെ അച്ഛൻ വിക്ടർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ക്വാളിഫയിങ് മാച്ചസ് ഒക്കെ വിജയിച്ച് കോണർ ഓൾറെഡി ഫൈനലിലെത്തി. ഇവിടെ ലീയും ബാരറ്റ് എന്ന ഫൈറ്ററുമാണ് സെമി ഫൈനൽ മാച്ചിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിൽ വിജയിക്കുന്ന ആള് ഫൈനലിലെത്തും. അപ്പോൾ ഈ ഫൈറ്റ് കാണാൻ കോണറും അവിടെയുണ്ട്. അവരൊക്കെ ലീ പരാജയപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ലീ തന്നെ ആ ഫൈറ്റ് വിജയിച്ചു. അങ്ങനെ ലീ ഫൈനലിൽ കയറി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഫൈനൽ മാച്ച് ലീ ഫോങ്ങും കോണറും തമ്മിലായിരിക്കും. സോ ലീ ബെരട്ടിനെ തോൽപ്പിച്ചത് ബെരട്ടിന്റെ കോച്ചസിനെ തീരെ പിടിച്ചിട്ടില്ല. അവര് ലീയെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. എന്നാൽ ആ കോച്ചസിന് അറിയാത്ത കാര്യമാണ് നമ്മുടെ ലീക്ക് ഏറ്റവും മികച്ച 2 കോച്ചസ് ആണുള്ളത്. അങ്ങനെ അവര് ലീയെ അറ്റാക്ക് ചെയ്യാനായി വന്നപ്പോൾ അവരെ ജാക്കി ചാനും ഡാനിയലും തിരിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതൊരു അടിപൊളി ഫൈറ്റ് സീനാണ്. ഓക്കെ, ഇനി കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്യണം. കാരണം ഇനി മുന്നിലുള്ളത് ഫൈനൽ ഫൈറ്റ് ആണ്. ഡാനിയൽ ലിയോട് പറയാണ്, കോണറിന്റെ ഫൈറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അവൻ ഒരു ടൈഗർ ആണ്. ടൈഗർ ഫൈറ്റ് ചെയ്യുന്നത് പോലെയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ടൈഗറിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ടൈഗറിനെ ട്രാപ്പ് ചെയ്യണം. അങ്ങനെ അവര് ആലോചിക്കാണ് എങ്ങനെ അവനെ ട്രാപ്പ് ചെയ്യുമെന്ന്. ഇവിടെ ലീ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലീ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത ഡ്രാഗൺ കിക്ക് ചെയ്യുന്നത് ഡാനിയൽ കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ ഡ്രാഗൺ കിക്ക് വെച്ച് നിനക്ക് ടൈഗറിനെ ട്രാപ്പ് ആക്കാം. അത് നടക്കില്ല. സ്കൂളിൽ വെച്ച് ഞാൻ ഓൾറെഡി അവനെ ഡ്രാഗൺ കിക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്നാൽ അവൻ കൃത്യമായി എന്നെ ബ്ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തു. പെർഫെക്റ്റ്, അതാണ് വേണ്ടത്. അവനെ ട്രാപ്പ് ചെയ്യാനുള്ള ഐഡിയ കിട്ടി. അപ്പോൾ ഡാനിയൽ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നീ ഡ്രാഗൺ കിക്ക് ചെയ്യുമ്പോൾ കോർണർ പ്രതീക്ഷിക്കുന്നത് അന്നത്തെ പോലെ നീ മുകളിലെ കൂടി അറ്റാക്ക് ചെയ്യുമെന്നാണ്.
അപ്പോൾ അവൻ അതിനനുസരിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ നീ മുകളിലേക്ക് കൂടിയല്ല, അവന്റെ കാലിൽ ടാർഗറ്റ് ചെയ്ത് വേണം കിക്ക് ചെയ്യാൻ. അങ്ങനെ നിനക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡാനിയൽ കോണറിനെ പരാജയപ്പെടുത്താനായി ലീക്ക് പറഞ്ഞു കൊടുത്ത ട്രിക്ക്. ആൻഡ് ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ദ ഫൈനൽ മാച്ച്. ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ ഒറ്റക്ക് ലീ ഇരിക്കുന്നതായി കാണാം. അവിടത്തേക്ക് ലീയുടെ അമ്മ കയറി വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അമ്മ ലീയെ എതിർക്കാനായി ഫൈറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയാനായിരിക്കും വരുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അമ്മ ലീയോട് നീ ഇതിൽ തനിച്ചല്ല, ഞാനും മോനെ സപ്പോർട്ടായിട്ടുണ്ട്, മോൻ വിജയിച്ചു വാ എന്ന് അമ്മ മകനോട് പറയുകയാണ്. അമ്മയുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ എവിടെയും കിട്ടാത്ത സന്തോഷം അല്ലെങ്കിൽ എനർജിയാണ് ലീക്ക് ഫീൽ ചെയ്തത്. സോ ഇവിടെ ഫൈനൽ ഫൈറ്റ് ആരംഭിക്കാനായി പോവുകയാണ്. ലീയും കോണറും റിംഗിൽ ഫൈറ്റ് ചെയ്യാനായി കയറി. ഓക്കെ, ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ കോണർ തന്നെയാണ് മുന്നിൽ. കോണർ ലീയെ ഫൈറ്റ് ചെയ്ത് 4 പോയിന്റ് സ്വന്തമാക്കി. ലീ ആണെങ്കിൽ ഇപ്പോഴും 0 പോയിന്റിലാണുള്ളത്. കാണികൾ എല്ലാവരും കോണർ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ലീയുടെ മികച്ച തിരിച്ചുവരവ്. ലീ ഫൈറ്റ് ചെയ്ത് ലീയും കോണറിനൊപ്പം 4 പോയിന്റിൽ ഡ്രോ ആയി നിൽക്കുകയാണ്. പക്ഷെ അവസാനം കോണർ ആണെങ്കിൽ ഒരു പവർഫുൾ കിക്ക് ചെയ്തു. ആ കിക്കിൽ ലീ വീണു. 10 സെക്കൻഡിനുള്ളിലായിട്ട് ലീ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കോണർ വിജയിക്കും. അപ്പോൾ വീണ സമയത്ത് ലീ ആണെങ്കിൽ താൻ കൈവിട്ട ആൾക്കാരെ കുറിച്ച് ആലോചിക്കുകയാണ്. ആദ്യം തന്നെ വിക്ടറിനെയാണ് ലീ ആലോചിച്ചത്. അതിനുശേഷം തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ സ്വന്തം ചേട്ടനെ കൊന്ന സംഭവം ലീ ഇവിടെ ആലോചിക്കുകയാണ്. അങ്ങനെ റെഫറി കൗണ്ട് ചെയ്ത് 10 ആവാനായപ്പോഴേക്കും ലീ വീണ്ടും എഴുന്നേറ്റു. ഇനിയാണ് ലീ ടൈഗറിനെ ട്രാപ്പ് ചെയ്യാനായി പോകുന്നത്. ഡ്രാഗൺ കിക്ക്. അങ്ങനെ ലീ ഡ്രാഗൺ കിക്ക് ചെയ്യാനായി വരുമ്പോൾ കോണറിന് സ്കൂളിൽ നിന്ന് ഇതേ കിക്ക് ലീ ചെയ്തതായി ഓർമ്മ വന്നു. അങ്ങനെ അന്ന് ഡിഫെൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായി കോണർ ശ്രമിച്ചു. എന്നാൽ നമ്മൾക്കറിയാം ലീ അത് ഒരു ട്രാപ്പായി ചെയ്തതാണ് എന്ന്. ലീ അറ്റാക്ക് ചെയ്തത് കോണറിന്റെ കാലിലായിരുന്നു. അങ്ങനെ കാലിൽ അറ്റാക്ക് ചെയ്ത് ഒരു പവർഫുൾ കിക്ക് വെച്ച് കോണറിനെ ലീ തെറിപ്പിച്ചു. അങ്ങനെ ലീ ഫൈറ്റിൽ വിജയിച്ചു. ഫൈബോറോക്സ് ടൂർണമെന്റിലെ പുതിയ ചാമ്പ്യൻ ലീ ഫോങ്. പക്ഷെ പരാജയപ്പെട്ട ദേഷ്യത്തിന് ലീയെ അറ്റാക്ക് ചെയ്യാനായി കോണർ ലീയുടെ പിന്നാലെ വരികയാണ്. എന്നാൽ ലീയുടെ ആൾക്കാര് ലീയുടെ ഒച്ചത്തിൽ അത് പറഞ്ഞു. അപ്പോൾ ലീ അത് ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് അവനെ നിലത്തിട്ടു. അവന്റെ മുഖത്തിട്ട് തന്നെ ലീ പഞ്ച് ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ ജാക്കി ചാന് ലീയോട് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാലും ലീ പഞ്ച് ചെയ്തു. പക്ഷെ അവന്റെ മുഖത്തല്ലായിരുന്നു, തറയിലാണ്. ലീ എഴുന്നേറ്റ് വന്ന് കോണറിന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്റെ എതിരാളിയായ കോണറിന്റെ റെസ്പെക്റ്റും ലീ നേടിയെടുക്കുകയാണ്. അങ്ങനെ ഫൈനലി ലീയുടെ വിജയം എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. കഥയുടെ അവസാനം നമ്മുടെ വിക്ടറിന്റെ പിസ്സ ഷോപ്പ് ഹ്യൂജ് സക്സസ് ആയതായി കാണാം. അവിടെ ലീയും മിയും ജോലി ചെയ്യുകയാണ്. അവിടെ പിസ്സ കഴിക്കാനായി ജാക്കി ചാനും ലീയുടെ അമ്മയും വന്നിട്ടുണ്ട്. അതേപോലെ ലീ ആണെങ്കിൽ ന്യൂയോർക്കിലെ പിസ്സ ഷോപ്പിൽ നിന്നും കാലിഫോർണിയയിലേക്ക് ഒരു പിസ്സ ഡെലിവർ ചെയ്യുകയാണ് നമ്മുടെ ഡാനിയലിന് വേണ്ടി. ആ പിസ്സ ബോക്സിൽ ഒരു നോട്ട് വെച്ച് അദ്ദേഹത്തോടുള്ള നന്ദിയും ലീ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ് എന്ന സിനിമ അവസാനിക്കുന്നത്.